ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോകണം കേട്ടോ, അച്ചൂടനെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അച്ചൂടെ നല്ല ഉറക്കമാണ്. ഞാൻ വിചാരിച്ചു ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞ് ലാസ്റ്റ് അവനെ വിളിക്കാം, എന്നിട്ട് കുളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 5:33 ആയിട്ടുണ്ട്. അപ്പം ഞാനെന്താ സൗണ്ട് ഇല്ലാതെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ എണീപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഒരുങ്ങലൊന്നും നടക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരുങ്ങിക്കഴിഞ്ഞിട്ട് അവനെ എടുത്ത് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അവനെ എണീച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടു. പിന്നെ ഈ ലാസ്റ്റത്തെ കലാപരിപാടിയാണ് ഇതെനിക്കില്ലാതെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇത് മൊത്തം വാരി പൂശിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. പിന്നെ ഇത് അച്ചൂട്ടൻ റെഡിയാക്കി വന്നിട്ടുണ്ട്, മുണ്ടൊക്കെ ഉടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഴുത്തിനൊക്കെ ഇരുത്താൻ പോവല്ലേ, അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞിട്ട് ഇപ്പോൾ എഴുത്തിനിരുത്തുന്ന ദിവസമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നല്ലപോലെ എഴുതിക്കാൻ പറ്റും കേട്ടോ. എല്ലാ അക്ഷരങ്ങളൊക്കെ എഴുതിപ്പിക്കുന്നല്ലാതെ എല്ലാം എഴുതിപ്പിച്ചു. പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശരി, അച്ചൂട്ട ഒരക്ഷരം വർത്താനം പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം എനിക്കൊന്ന് രാവിലെ തന്നെ എഴുന്നേപ്പിച്ച് കൊണ്ടുപോയതല്ലേ, അപ്പോൾ ഉറക്കം വന്നിട്ടായിരിക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഒരു അമ്പലത്തിലാണ് കേട്ടോ നമ്മൾ എഴുതിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഈ ഒരു അമ്പലത്തിൽ ഞങ്ങൾ പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ്, എന്നാലും നമ്മളിപ്പം ഈ അമ്പലത്തിൽ പോയിട്ടില്ല ഇതുവരെ. അപ്പം ഇന്നാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി അച്ചൂട്ടിന് ഉറക്കം വന്നിട്ടായിരുന്നു, അങ്ങനെ മിണ്ടാതിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഉറങ്ങുന്നുണ്ട്. വണ്ടി കയറി ഉടനെ തന്നെ അവൻ ഉറക്കം വന്ന് തൂങ്ങി ഉറങ്ങി പോകുന്നുണ്ട്. പിന്നെ ഞാൻ അവനെ എണീപ്പിച്ച് ഉറങ്ങാമെന്ന് ഞാൻ സമ്മതിച്ചില്ല. പിന്നെ വീട്ടിലെത്തി എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴുള്ള അവസ്ഥ കാണണോ. എന്തായാലും അച്ചയുടെ മുണ്ടൊക്കെ പറിച്ച് എൻ്റെ കയ്യിൽ തന്നു. അവനതൊന്നും പറ്റില്ല, പമ്പോസ് ഇട്ട് കയറിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ വീട്ടിലെത്തി പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് ഫുഡ് എന്തായാലും ഇന്ന് പുറത്തുനിന്ന് വാങ്ങണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല ചൂട് ദോശയും കണ്ണനെന്തോ കറി ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ കറികളൊന്നും വലിയ നിർബന്ധമുള്ള ആളല്ല. അപ്പോൾ പിന്നെ നല്ല മുരിമുരി ദോശയും ചായയൊക്കെ കൂട്ടിയിട്ടായിരുന്നു ചായ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ഫുൾ ഡേ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇത്രത്തോളം മതി. അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ്. അമ്പലത്തിലൊക്കെ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ച് നെയ് റോസ്റ്റ് പോലത്തെ ദോശയാക്കി കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇപ്പം ഇങ്ങനെ വെറുതെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇനിയാണ് ബാക്കിയുള്ള പണികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അതൊന്നും ഈ വീഡിയോ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.